ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ. ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഈസ്റ്റ് ഇടാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിസ്സയുടെ ഒരു ഈസ്റ്റാണ്, ഫോർമുലേറ്റഡ് ഫോർ പിസ്സ ക്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് വാം വാട്ടറും കൂടി ഒഴിക്കാം. നമുക്ക് ഈസ്റ്റിൻ്റെ അതോട്ട് കുറച്ച് വാം വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 to 7 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഫ്രോത്തി അപ്പിയറൻസ് ആകുമ്പോഴത്തേക്ക് അത് റെഡി ആയി നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഈസ്റ്റ് ഒരു 5 to 7 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനകത്തിപ്പം കുറച്ച് ബബിൾസ് ഒക്കെ ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നു. ഇനി നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം, അല്ലെങ്കിൽ മൈദ. നമുക്ക് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കുറച്ചും കൂടി മതിയായിരിക്കും, ഇത്രയും മതിയായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒഴിക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നീര് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡോ കുഴച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1 hour റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ വലിയ ബൗളിലോട്ട് മാറ്റി വെക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ആക്കണം. എന്നിട്ട് നമുക്ക് 1 hour വെക്കാം. ഇത് ഡബിൾ ദ സൈസ് ആവണം എന്നാണ് പറയുന്നത്. എന്ത് സൈസ് ആവും നമുക്ക് കണ്ടറിയാം. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ക്ലോത്തും കൂടി ഇട്ടിട്ട് ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മോനെ ആവണേടോ. ആ ഡോ റൈസ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിങ്സ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഹാൽപ്പിനോ വളരെ നൈസായിട്ട് ചെക്ക്. നമുക്ക് കുറച്ച് മഷ്റൂം ആയാലോ. നൈസ് ആൻഡ് ടെൻഡർ, ഈസി. ഓൾമോസ്റ്റ്. ഇനി കുറച്ച് നമുക്ക് ഒനിയൻസും കൂടി എടുക്കാം, ചെറുതായി. ഓക്കെ, അങ്ങനെ 1 hour കഴിഞ്ഞിട്ട് നമ്മുടെ പിസ്സ ഡോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, അത്ഭുതമെന്ന് പറയട്ടെ, നമ്മുടെ പിസ്സ ഡോ ഡബിൾ ദ സൈസായി. ഇതാണ് ആക്ച്വലി നമുക്ക് വേണ്ടിയിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനി നമുക്ക് പിസ്സ ട്രേയിലോട്ട് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഡോ അതിൻ്റെ അതോടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളത് പറയാലോ, നമ്മൾ ഉദ്ദേശിച്ച പിസ്സ സൈസൊക്കെ കിട്ടിയെങ്കിലും കുറച്ച് അധികം കഷ്ടപ്പെട്ടു അതിനൊന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആവുന്ന കുറേ പണിയൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ അതിനെ ആ ട്രെയിലോട്ടൊന്ന് ആക്കിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പം നമ്മൾ ഈ പിസ്സ ഡോവിൻ്റെ ഹാഫ് എടുത്ത് ഈ ട്രെയിലോട്ട് വെച്ചു. ഇനി ഇതിൻ്റെ അതോടൊന്ന് സ്പ്രെഡ് ചെയ്യാണ് വേണ്ടത്. ലിഫ്റ്റ് ചെയ്യുക, പുള്ളി ചെയ്യുക, ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്. ഞാനിത് എന്തായാലും ആക്കിയിട്ട് കാണിക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം നമ്മൾ ഒരുമാതിരി ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് പിസ്സയല്ലേ, അപ്പം ആരും വാശി പിടിക്കല്ലേ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വേണമെന്ന്. ഇനി നമുക്ക് ബേസ് ആയിട്ടുള്ള പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഒത്തിരി സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിസ്സ സോഗി ആയിപ്പോവും. സോ ആവശ്യമുള്ള സോസ് മാത്രം ഒഴിച്ചാൽ മതി. ശരിക്കുമുള്ള പിസ്സ സ്റ്റോറിൽ 2 സെക്കൻഡ് കൊണ്ട് അവർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ കുറേ നേരം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആ പരിപാടി അവസാനിപ്പിച്ച് നമുക്ക് നമ്മുടെ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ടോപ്പിങ്സ് ആയിട്ട് എടുത്തത് കുറച്ച് ഓണിയൻസും ബെൽ പെപ്പേഴ്സും മഷ്റൂംസും ഹാൽപ്പിനോയും പിന്നെ കുറച്ച് ഗ്രിൽഡ് ചിക്കനും ആയിരുന്നു.
ഏറ്റവും അവസാനം കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടേസ്റ്റി ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് കയറി വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ടാണ് പൈനാപ്പിൾസ് ഇട്ട് കൊടുത്തത്. ഇറ്റ്സ് ഓപ്ഷണൽ, എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ടോപ്പിങ്സ് എല്ലാം കൂടി കുത്തി നിറച്ച് ഒരുമാതിരി പ്രഗ്നൻ്റ് ആയ ഒരു പിസ്സയെ പോലെ ഉണ്ടായിരുന്നു. അത് ഹോം മെയ്ഡ് അല്ലേ, നമുക്ക് എന്തും ചെയ്യാമല്ലോ. ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനല്ല, അതാണ് അതിൻ്റെ മെയിൻ ഐറ്റം. കുറച്ച് നമ്മൾ ഗ്രേറ്റഡ് ചീസും കുറച്ച് ഷ്രെഡഡ് ചീസുമാണ് എടുത്തത്. ഈ ഇടയ്ക്ക് ആരോ പറയുന്ന കേട്ടു ചീസ് ഹെൽത്തിന് വളരെ നല്ലതാണ്. എന്തായാലും അതും കുറച്ചില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾസും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ടോപ്പിങ്സും ബാക്കി എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനിലേക്ക് ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ബേക്കായോ എല്ലാം കുക്കായോ എന്നൊന്നും എനിക്ക് അത്ര മനസ്സിലാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും കുറയ്ക്കണ്ട എന്ന് വെച്ച് കൂടുതൽ ടൈം തന്നെ വെച്ചിട്ടാണ് എടുത്തത്. വെൽ ഡൺ ആക്കി ഒരു പിസ്സ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം, സ്ലൈസസ് ആക്കാം. പറഞ്ഞ പോലെ അത്ര സിമ്പിളായിട്ട് അങ്ങോട്ട് ഇത് സ്ലൈസസ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് ശക്തി പിടിച്ച് വെട്ടി കണ്ടിച്ച് കുറച്ച് സ്ലൈസസ് ആക്കി എടുത്തു. നമുക്ക് എന്തായാലും ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ടോ? എന്തായാലും അൺഹെൽത്തി ആയ ഫുഡാണ്, പക്ഷെ നമുക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കി കുറച്ച് ഹെൽത്തി ആയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിസ്സ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സത്യം പറഞ്ഞാൽ ഇജയനാണത് കുഴച്ച് തന്നത്, പക്ഷെ ഞാൻ ക്രെഡിറ്റ് എടുക്കും.